അപകടത്തിൽ 4 കുട്ടികൾ മരിച്ച പാലക്കാട് പനയംപാടത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചതോടെ വൻ ഗതാഗത കുരുക്കാണ്. പാകപ്പിഴ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നിരാഹാര സമരവുമുണ്ട്. കരിമ്പ ദുബായ്ക്കുന്ന് മുതൽ പനയംപാടം മരമിൽ വരെ ദേശീയപാതയിൽ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുന്നു. സ്ഥലത്ത് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന വൈകിട്ടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയ ശേഷമാകും പരിശോധന നടക്കുക. ഇക്ബാൽ അറയ്ക്കൽ സമഗ്ര വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം തുടർന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളായ ലീഗും കോൺഗ്രസും പ്രതിഷേധമായി രംഗത്തുണ്ട്. എവിടെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്? ഞങ്ങൾക്കറിയുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇവിടുത്തെ ആളുകൾക്കും ഇവിടുത്തെ ചാനലുകൾക്കും നേരത്തെ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടവും അപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനും ശേഷം ഇവിടെ പനയംപാടത്ത് ഈ അപകടം നടന്ന മേഖലയിൽ വെച്ച് തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അന്ന് 2 മണിക്കൂറോളമാണ് നാട്ടുകാരുടെ നേതൃത്വം ഉപരോധിച്ചത്. ഈ റോഡിന്റെ പ്രത്യേകിച്ചും ഈ കരിമ്പ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള ഈ പനയംപാടം, അതുപോലെ തന്നെ കരിമ്പ കല്ലടിപ്പുഴ മേഖലയിലുള്ള ഈ ദേശീയപാതയുടെ വിവിധ മേഖലകളിൽ റോഡിന്റെ അപാകതയാണ് ഈ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാവാനുള്ള കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിരവധി തവണ പരാതി നൽകി, പക്ഷേ ആ പരാതിയിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല അധികൃതരുടെ ഭാഗത്ത്. അതാണ് ഇത്രയും ജീവനുകൾ ഈ മേഖലയിൽ പൊലിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെയും പ്രതിഷേധക്കാരുടെയും ഇപ്പോൾ അവരുയർത്തുന്ന ആരോപണം. ഇപ്പോൾ ഏതായാലും നേരത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകർ 11:15 കൂടിയാണ് ഈ ഉപരോധം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശത്ത് വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതായത് നേരത്തെ തന്നെ കരിമ്പ ഉള്ള ദുബായ് കുന്ന് മുതൽ പനയംപാടത്തെ മരമിൽ വരെയെങ്കിലും ഡിവൈഡറുകൾ സ്ഥാപിച്ച് കൃത്യമായി തന്നെ ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ വേഗതാ നിയന്ത്രണം നടത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെയും നാട്ടുകാരുടെയും തീരുമാനം. ഇന്നലെ അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഇന്നലെ ചേർന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും പ്രത്യേക യോഗത്തിലും ഇത് ധാരണയായതാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഡിവൈഡറുകൾ സ്ഥാപിക്കും, സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കും എന്നെല്ലാം ആ യോഗത്തിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഈ ഡിവൈഡറുകൾ ഇത്രയും നേരമായിട്ടും സ്ഥാപിച്ചില്ല. ഇതാണ് നാട്ടുകാർ ഇത്തരത്തിൽ ഉപരോധത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത്. സ്പീഡ് ബ്രേക്കറുകളും ഡിവൈഡറുകളും എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. അതിനുശേഷം പിന്നീട് റോഡിന്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പനയംപാടത്തെ ഈ വളവ് നിവർത്തൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഏറെ നേരമായി ഈ ഉപരോധം നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ദേശീയപാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. പ്രദേശത്ത് മണ്ണാർക്കാട് DSP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട്. നിലവിലെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ ദേശീയപാത ഏറെ നേരമായി ഇപ്പോൾ ഈ റോഡിൽ വലിയ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലുകളുണ്ട്. ഈ തെന്നുമാറുന്നത് ഒഴിവാക്കാൻ റെസിസ്റ്റൻസിന്റെ ഭാഗത്തിന് സ്കിഡ് റെസിസ്റ്റൻസ് ഇല്ല എന്ന ഉള്ള റിപ്പോർട്ട് അടക്കം ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അപകട മേഖലയാണ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിന്മേലുള്ള റിപ്പോർട്ട് നേരത്തെ നൽകപ്പെട്ടതാണ്. എന്നിട്ടും ഈ പിഴവിൽ തന്നെ ആ റോഡ് പോകട്ടെ എന്നൊരു ആലോചനയിലേക്ക് എങ്ങനെയാണ് അധികൃതർ പോയത്? ഇപ്പോൾ അതിനുശേഷം അടിയന്തര യോഗമൊക്കെ ചേർന്ന് ചില തീരുമാനങ്ങളിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം വരുന്ന സമരത്തിന്റെ സ്വഭാവം എന്താണ്? ഇന്നിപ്പോൾ മന്ത്രിയും എത്തുകയാണല്ലോ പരിശോധനയ്ക്ക്. സ്മൃതി, അതായത് നാട്ടുകാർ പറയുന്നത് അവർ കൃത്യമായി തന്നെ ഇവിടുത്തെ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ, ദൃശ്യങ്ങൾ അടിസ്ഥാനത്തിൽ പരാതികൾ 2 വർഷമായി നൽകുന്നു. പക്ഷേ ഇതിൽ കൃത്യമായൊരു നടപടിയില്ല. ഞാൻ ഒരു ദൃശ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യക്തമാക്കാം. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത്? ഇതാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത. പനയംപാടം വളവ് എന്ന് പറയുന്നത് ഈ കാണുന്ന വളവാണ്. ഈ കാണുന്ന വളവാണ് പനയംപാടം വളവ്. ഇതൊരു സ്ലോപ്പ് ഏരിയയാണ്. ഇവിടെ ഈ റോഡിൽ പ്രതലം എന്ന് പറയുന്നത് വളരെ മിനുസമുള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഒരു ചാറ്റൽ മഴ പെയ്താൽ തന്നെ ഈ റോഡിൻ്റെ ഈ പ്രതലം എന്ന് പറയുന്നത് അത് വളരെ മിനുസമുള്ളൊരു പ്രതലമായി മാറും. ഇത് പലതവണ ഇത് ഗ്രിപ്പുള്ള ഒരു പ്രതലമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ നടന്നില്ല. IITയുടെ കൃത്യമായിട്ടുള്ള പഠനത്തിന് ശേഷം ഇവിടെ മില്ലിംഗ് നടത്തി ഇവിടെ JCB ഉപയോഗിച്ച് ചെറിയ രീതിയിൽ വരകൾ ഇട്ടിരുന്നു ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രതലം പരിക്കുള്ളതാക്കാൻ വേണ്ടി. പക്ഷേ അത് കൃത്യമായി ഫലവത്തായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ കാണുന്നതെല്ലാം അന്ന് ഈ IITയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നീട് JCBകൾ ഉപയോഗിച്ച് ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരച്ചതാണ്. പിന്നീട് വാഹനങ്ങൾ കയറി ഇറങ്ങിയതിന് ശേഷവും തുടർച്ചയായി മഴവെള്ളം എല്ലാം ഈ ഒരു സ്ലോപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ മഴവെള്ളം എല്ലാം ഈ റോഡിലൂടെയാണ് ഒഴുകി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രിപ്പ് പിന്നീട് ഇല്ലാതായി. ഇത് ഫലവത്താവില്ല എന്നുള്ള കാര്യം കോങ്ങാട് MLA K ശാന്തകുമാരി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതാണ്. പക്ഷേ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഈ റോഡ് പൊളിച്ചു മാറ്റി പുതിയ റോഡ് ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ വരണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇതൊരു കുന്ന് പ്രദേശമാണ്. ദുബായ് കുന്നിൽ നിന്ന് മരമില്ല് ഭാഗത്തേക്കുള്ള ഒരു ഇറക്കമാണ്. അതാണ് പനയംപാടത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ദേശീയപാതയിൽ. ആ കുന്ന് നിരപ്പാക്കിക്കൊണ്ട്
ഈ റോഡിൻ്റെ അപാകത പരിഹരിക്കണം. പുതിയ റോഡ് ഇടുമ്പോൾ ഈ റോഡിൻ്റെ പ്രതലം മിനുസമുള്ളതാക്കി ആവരുത് ഒരിക്കലും. അത് ഗ്രിപ്പുള്ളതായിരിക്കണം. വാഹനങ്ങൾക്ക് നിയന്ത്രണം കിട്ടുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതല്ല. നിലവിൽ വാഹനങ്ങൾക്ക് ഒരു ചാറ്റൽ മഴ പെയ്ത് റോഡൊന്നും നനഞ്ഞാൽ തന്നെ വാഹനങ്ങൾക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ്. ആ ഭാഗം മാറ്റണം. മാത്രമല്ല ഈ കുന്ന് മാറ്റി അത് നിരപ്പാക്കി ഈ വളവ് നിവർത്തിയാൽ മാത്രമേ ഈ ഭാഗത്ത് ഇത്തരത്തിൽ സുഗമകരമായിട്ടുള്ള യാത്ര നടത്താനുള്ള ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു. IIT-യിലെ വിദഗ്ധ സംഘം നടത്തിയിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടിലും ഇത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും കൃത്യമായി നടപ്പായില്ല. അതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇനിയെങ്കിലും ഇനി ഒരു ജീവൻ പോലും നഷ്ടമാവാത്ത രീതിയിൽ അധികൃതർ ഇടപെടണം. അതിനുള്ള സമരമാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നാട്ടുകാർ പലതവണ പറഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഈ പരാതികളിൽ കൃത്യമായൊരു ഇടപെടൽ വന്നിരുന്നില്ല. ഏതായാലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രദേശത്തെ മണ്ണാർക്കാട് DVSP ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വൻ പോലീസ് സന്നാഹം തന്നെ മേഖലയിലുണ്ട്. വലിയ രീതിയിൽ ഒരു ഗതാഗത തടസ്സവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പക്ഷേ തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഈ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിലും റോഡിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിലും കൃത്യമായ ഒരു തീരുമാനമാവാതെ ഈ ഉപരോധം അവസാനിപ്പിക്കില്ല. റോഡിന്റെ അപാകതകൾ പരിഹരിക്കാതെ ഒരു വാഹനം പോലും ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കേണ്ട. ഇനിയൊരു അപകടം തങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാവാൻ പാടില്ല. തങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യവും ഇനി മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഉപരോധത്തിലേക്ക് കടക്കുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ സമരക്കാരും എല്ലാം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ജീവനുകൾ പൊലിഞ്ഞ പശ്ചാത്തലത്തിൽ അത് കുട്ടികളാണ് എന്നുള്ളത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പാകപ്പിഴകൾ പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി സ്ഥലത്തേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിക്കാൻ വരുന്നുമുണ്ട്.